ട്രംപിന് ഭ്രാന്താണോ അതോ ഭ്രാന്താണെന്ന് അഭിനയിക്കുന്നതാണോ? എന്തും പറയും, എന്തും ചെയ്യുമെന്ന് ഇതിനകം തന്നെ തെളിയിച്ച ഡൊണാൾഡ് ട്രംപ് പക്ഷെ ലോകത്തെ ആകെ ഇങ്ങനെ ഉലച്ചു കളയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അമേരിക്ക പ്രഖ്യാപിച്ച തീരുവ യുദ്ധത്തിൽ ഇനി എന്ത് എന്ന ആകാംക്ഷയിലാണ് ലോകം. പക്ഷെ ട്രംപിനൊരു നിഗൂഢ പദ്ധതി ഉണ്ടെന്ന് വേണം അനുമാനിക്കാൻ. അതിന്റെ തുടക്കം മാത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. 7 years ago when I came in, we started with China, Georgia. We took in hundreds of billions of dollars from China in tariffs. ഒരു രാജ്യത്തെ പോലും വെറുതെ വിട്ടില്ല ഡൊണാൾഡ് ട്രംപ്, റഷ്യ ഒഴികെ. എല്ലാവരുടെയും ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടി. ഓരോരുത്തർക്കും ഓരോ നിരക്കാണ്. ഇന്ത്യക്ക് 26%, ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20%, വിയറ്റ്നാമിന് 46%. അമേരിക്കയുടെ സ്വന്തമെന്ന് കരുതിയിരുന്ന കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ബ്രിട്ടനും വരെ കിട്ടി ഇരട്ടടി. നിരക്ക് എങ്ങനെ നിശ്ചയിച്ചതെന്ന് ചോദിച്ചാൽ വിചിത്രമാണ്. അതാത് രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്ന ഇറക്കുമതി തീരുവയുടെ പകുതി എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞത്. പക്ഷേ വാസ്തവമായി ഇതിന് പുലബന്ധം പോലുമില്ലെന്ന് വ്യക്തമായി. താമസിയാതെ ശരിക്കുള്ള യുക്തി എന്താണെന്നും വെളിപ്പെട്ടു. അതിങ്ങനെയാണ്: അമേരിക്കയിലേക്ക് ഒരു രാജ്യം ഇറക്കുമതി ചെയ്യുന്നതിൻ്റെയും കയറ്റുമതി ചെയ്യുന്നതിൻ്റെയും വ്യത്യാസമെടുക്കുക. അത് എത്ര ശതമാനമാണെന്ന് കണക്ക് കൂട്ടുക. കഴിഞ്ഞു. അതിൻ്റെ പകുതിയാണ് അമേരിക്ക അവർക്ക് പുതുതായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറക്കുമതി ചുങ്കം. ഉദാഹരണത്തിന്, ഇന്ത്യ കഴിഞ്ഞതിന് മുമ്പത്തെ സാമ്പത്തിക വർഷം $87.5 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഏതാണ്ട് $42 ബില്യൺ ഇറക്കുമതിയെ അവിടെ നിന്ന് ഇന്ത്യ നടത്തിയിട്ടുള്ളൂ. വ്യത്യാസം $45.5 ബില്യൺ. ഇത് ഇന്ത്യൻ കയറ്റുമതിയുടെ 52%. അതിൻ്റെ പകുതിയാണ് 26% ഇന്ത്യക്ക് കിട്ടിയ പുതിയ തീരുവ. നിങ്ങളുടെ വീടിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ മൊബൈൽ നമ്പർ നിങ്ങളുടെ വയസ്സ് വെച്ച് ഹരിച്ചാൽ എങ്ങനെയിരിക്കും? ഏതാണ്ട് അങ്ങനെ ഒരു യുക്തിയാണ് തീരുവ തീരുമാനിക്കുന്നതിൽ ട്രംപ് സർക്കാർ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു പുകമറയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അതേക്കുറിച്ച് പിന്നീട് പറയാം. പക്ഷെ ഈ തീരുവ യുദ്ധം തുടർന്നാൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്ക. ചൈനയടക്കം പല പ്രമുഖ രാജ്യങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും വിൽക്കുന്ന സ്ഥലം. അവിടേക്കുള്ള കയറ്റുമതിയാണ് ഉയർന്ന ചുങ്കം ഉപയോഗിച്ച് അമേരിക്ക തടയാൻ ശ്രമിക്കുന്നത്. ആദ്യം ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇതുപോലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കൂട്ടിയിരുന്നു. അന്ന് വിയറ്റ്നാം, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ചരക്ക് നീക്കിയാണ് ചൈന ട്രംപിന്റെ നീക്കം ഒരു പരിധിവരെ പൊളിച്ചത്. പക്ഷേ ഇത്തവണ എല്ലാ രാജ്യങ്ങളുടെയും തീരുവ കൂട്ടിയിട്ടുണ്ട്. പഴയ തന്ത്രം നടക്കില്ല. അമേരിക്കയ്ക്കെതിരെ തീരുവ കൂട്ടിക്കൊണ്ടായിരുന്നു ചൈനയുടെ തിരിച്ചടി. പിന്നെ കണ്ടത് രണ്ട് രാജ്യങ്ങളും മത്സരിച്ച് ഇറക്കുമതി ചുങ്കം കൂട്ടുന്നതാണ്. ആദ്യം ചൈനയ്ക്ക് 34% തീരുവ, പിന്നീട് 84%, അതിനുശേഷം 125%. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അമേരിക്കയുടെ തീരുവ 145%. ഇതേ വഴിയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഈടാക്കുന്ന തീരുവ ഇപ്പോൾ 125%-ലെത്തിയിരിക്കുന്നു. പക്ഷേ ഈ തീരുവ യുദ്ധത്തിൽ അമേരിക്കയെ തോൽപ്പിക്കുക എളുപ്പമല്ല, ഒരുപക്ഷെ അസാധ്യവും. അമേരിക്ക മറ്റ് രാജ്യങ്ങളിലേക്ക് അങ്ങനെ ഉൽപ്പന്നങ്ങളൊന്നും കാര്യമായി കയറ്റി അയക്കുന്നില്ല എന്നതാണ് കാരണം. മറ്റ് രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പകുതി പോലും വരില്ല ഇത്. ചുരുക്കത്തിൽ തീരുവ യുദ്ധത്തിൽ ചൈനയ്ക്കും കൂട്ടർക്കുമാണ് അടിപതറുക, അമേരിക്കയുമായി യുദ്ധത്തിന് പോയാൽ. ചില നിർണായക മേഖലയിൽ അമേരിക്കയ്ക്ക് കിട്ടേണ്ട അസംസ്കൃത വസ്തുക്കൾ തടയാനാകും എന്നതാണ് ആകെയുള്ള മെച്ചം. ലോകമെങ്ങുമുള്ള നിർമ്മാണ മേഖല സ്തംഭിക്കുന്നതാണ് ഈ യുദ്ധത്തിന്റെ ആദ്യത്തെ ഫലം. ഉൽപ്പന്നങ്ങൾ വിൽക്കാനാകാതെ വരുന്നതോടെ ലോകവ്യാപകമായി ഫാക്ടറികൾ അടച്ചുപൂട്ടും. ഒരുപാട് പേരുടെ ജോലി പോകും. നിരവധി രാജ്യങ്ങളുടെ സമ്പദ്ഘടന തകരും. അമേരിക്കയിലേക്ക് ചരക്കുകൾ വരാതാകുന്നതോടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതോടെ തങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂടുമെന്നാണ് ട്രംപിന്റെ ലളിത യുക്തി. അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് വേണ്ടി അമേരിക്കയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. രാജ്യത്ത് കൂടുതൽ ഫാക്ടറികൾ ഉയരും, കൂടുതൽ പേർക്ക് തൊഴിലും കിട്ടും. കേൾക്കാൻ രസമുണ്ട്, പക്ഷേ ഇതൊന്നും ഉടനടി നടക്കില്ല. ഫാക്ടറികൾ ഉയരാനും നിർമ്മാണം തുടങ്ങാനും ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്താനുമൊക്കെ സമയം പിടിക്കും. അതുവരെ അമേരിക്കൻ വിപണിയിൽ വൻ വിലക്കയറ്റമായിരിക്കും ഫലം. ഇതിനിടെ സാധാരണക്കാർക്ക് പലതും വാങ്ങാനാവില്ല. പല സാധനങ്ങളും വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. മറ്റുള്ള രാജ്യങ്ങളുടേതുപോലെ അമേരിക്കൻ സമ്പദ്ഘടനയും തളരും. എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ക്ഷീണിക്കുന്ന ട്രംപിന്റെ തീരുവ യുദ്ധം ലോകത്തെ മുഴുവൻ സാമ്പത്തിക മന്ദത്തിലേക്ക് തള്ളിവിടാനും സാധ്യതയുണ്ടെന്ന് പലരും പേടിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതെങ്കിലും കാറോ ടെലിവിഷനോ വാഷിംഗ് മെഷീനോ ഇന്ത്യൻ വിപണിയിൽ കിട്ടാത്തത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം മറ്റു രാജ്യങ്ങളുടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ സുലഭമാണ് താനും. ട്രംപ് ഉന്നയിക്കുന്ന പ്രശ്നവും ഇതാണ്. ലോകത്തെ ഏറ്റവും ശക്തിയുള്ള നാണയം അമേരിക്കൻ ഡോളറാണ് എന്നതാണ് കാരണം. അതുമായി താരതമ്യം ചെയ്താൽ മറ്റു നാണയങ്ങളൊക്കെ ദുർബലമാണ്. ഇന്ത്യൻ രൂപയാണെങ്കിൽ തീരെ ദുർബലം. രൂപയുടെ വില ഇപ്പോഴും കുറയുകയുമാണ്. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം അമേരിക്കയിലേക്ക് കുറഞ്ഞ വിലയിട്ട ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാം എന്നതാണ്. $1 = 50 രൂപ എന്ന് കരുതുക. അത് 100 രൂപയായി മാറി എന്നും കരുതുക. അപ്പോൾ അമേരിക്കയിൽ $1 വിറ്റിരുന്ന ഒരു ഇന്ത്യൻ ഉൽപ്പന്നം
$0.5 വിൽക്കാം. അതേസമയം ഇന്ത്യയിൽ അമേരിക്ക 50 രൂപ വിലയിട്ട് വിറ്റിരുന്ന ഒരു ഉൽപ്പന്നം അവർക്ക് 100 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. എങ്കിലേ അവർക്ക് $1 തിരിച്ചു കിട്ടും. നാണയങ്ങളുടെ താരതമ്യ വിലയിലെ ഈ വ്യത്യാസം മുതലാക്കിയാണ് മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ വിപണികൾ കീഴടക്കുന്നത്. ചൈനയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ. ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണി കീഴടക്കി കഴിഞ്ഞു. വലിയ തീരുവ ചുമത്തി ഇത് തടയും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ലോകം മുഴുവൻ അമേരിക്കൻ ഡോളറിലാണ് അന്താരാഷ്ട്ര കച്ചവടം ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കൻ നാണയത്തിന് വലിയ മൂല്യമുള്ളതുകൊണ്ട് അമേരിക്കയ്ക്ക് തന്നെയാണ് അതിൻ്റെ മെച്ചം. ഇതുവരെ ഈ ലോകക്രമം അമേരിക്ക അംഗീകരിച്ചതും അതുകൊണ്ടാണ്. അതിനുള്ള കാരണം ലളിതമാണ്. അമേരിക്ക അച്ചടിക്കുന്ന ഡോളർ മുഴുവൻ ലോക വിപണി 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. അമേരിക്കയ്ക്ക് ഭയമേ വേണ്ട. പക്ഷേ ഇതുകൊണ്ടൊന്നും ട്രംപ് തൃപ്തനല്ല. രാജ്യത്ത് ചരക്കുകളുടെ ഉൽപ്പാദനം വ്യാപകമായി നടത്തിയേ പറ്റൂ. പക്ഷേ ഇത് ഏതൊക്കെ മേഖലയിൽ എത്ര കാലം കൊണ്ട് എന്നതിൽ വ്യക്തതയില്ല. അമേരിക്കൻ സർക്കാരിന് പോലുമില്ല. വേറെയുമുണ്ട് പ്രശ്നം. ഒരിക്കലും അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തവ എന്ത് ചെയ്യും? അമേരിക്കക്കാർ വലിയ കാപ്പിക്കുടിക്കാരാണ്. പക്ഷേ കാപ്പിക്കുരു അവിടെ കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ കാപ്പിപ്പൊടിക്ക് എന്ത് ചെയ്യും? ഇതേപോലെ അമേരിക്കയ്ക്ക് ഇടപെടാനാകാത്ത ഒരുപാട് മേഖലകളുണ്ട്. ട്രംപിന്റെ ലക്ഷ്യം മറ്റെന്തോ ആണെന്ന് സംശയിക്കാൻ കാരണം ഇതാണ്. അതിന്റെ ചില സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. രാജ്യങ്ങൾക്കെതിരെ വൻ തീരുവ ചുമത്തിയ അതേ ആവേശത്തിൽ അതിന്റെ 9ാം ദിവസം ഡൊണാൾഡ് ട്രംപ് തീരുമാനം മരവിപ്പിക്കുന്നതും ലോകം കണ്ടു. 90 ദിവസത്തേക്കാണ് വൻ തീരുവ ഈടാക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് മാത്രം പക്ഷേ ഇളവില്ല, തീരുവ കൂട്ടുകയും ചെയ്തു. ട്രംപിന്റെ ആദ്യത്തെ പ്രഖ്യാപനം വന്നത് മുതൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ സമവായ ചർച്ചകൾ തുടങ്ങിയിരുന്നതാണ്. അവർ തന്റെ കാല് പിടിക്കുകയാണെന്നാണ് ട്രംപ് പക്ഷേ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. I'm telling you, these countries are calling us up, kissing my ass. They are dying to make a deal. Please, sir, make a deal. I'll do anything, sir. വിവിധ രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് തുടങ്ങിവെച്ച സമവായ ചർച്ചകളിലാണ് അമേരിക്കൻ യുദ്ധതന്ത്രം വെളിപ്പെടുന്നത്. ട്രംപിന്റെ യുദ്ധത്തിലെ 2ാം ഘട്ടം ലോകത്തെ മുഴുവൻ തീരുവ നയം കൊണ്ട് ഞെട്ടിക്കുക. സഖ്യരാജ്യങ്ങളിലെ സമ്പദ്ഘടനകളെ വരെ തകർത്തെറിയാൻ മടിക്കില്ലെന്ന് ബോധ്യപ്പെടുത്തുക. ചില ഇളവുകൾ കാട്ടി ഓരോരുത്തരെയായി ചൊൽപ്പടിയിൽ കൊണ്ടുവരിക. വ്യാപാരത്തിൽ, സൈനിക സഖ്യങ്ങളിൽ, പരസ്പര സഹകരണത്തിൽ പുതിയ ഒരു ലോകക്രമം സ്ഥാപിക്കുക. അങ്ങനെ ചൈനയ്ക്കെതിരെയുള്ള വ്യാപാര യുദ്ധത്തിൽ ആളെ കൂട്ടുക. ലോകം മുഴുവൻ വ്യാപിക്കുന്ന ചൈനയുടെ ഇപ്പോഴത്തെ കുതിപ്പ് തടയുക. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇത് വെറും വ്യാപാര യുദ്ധമല്ല. റഷ്യയും അമേരിക്കയും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പോലെയുള്ള ശീതയുദ്ധമാണ്. നേർക്കുനേർ യുദ്ധം പോലുമായി വളരാവുന്ന ശീതയുദ്ധം. ലോകത്തിന്റെ ഭാവി തന്നെ തീരുമാനിക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധം. പക്ഷേ ഓർക്കാപ്പുറത്ത് വയറ്റിത്തടിച്ച ട്രംപിന്റെ അമേരിക്കയെ വിശ്വസിച്ച് എത്ര രാജ്യങ്ങൾ കൂടെ നിൽക്കുമെന്നത് കണ്ടറിയണം. അതിനെ ആശ്രയിച്ചിരിക്കും ട്രംപിന്റെ ഭാവി, അമേരിക്കയുടെയും. കാലത്തിന് മായ്ക്കാനാകാത്ത മുറിവുകളുണ്ടോ? ഉണ്ട്. ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ ഇന്നും നീറ്റലായ ഒരു മുറിവുണ്ട്. 2008 നവംബർ 26. 16 വർഷത്തിലധികം നീണ്ട വ്യവഹാരങ്ങൾക്കും നയതന്ത്ര ഇടപെടലുകൾക്കും ഒടുവിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ തഹാവൂർ റാണ NIA ചോദ്യശരങ്ങൾക്ക് മുന്നിലാണ്. തഹാവൂർ ഹുസൈൻ റാണ. അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഈ ഭീകരനെ വിശേഷിപ്പിച്ചത് ദ വയലന്റ് മാൻ എന്നാണ്. As you said, we're giving a very violent man, it seems to me. I mean, I don't know that he's been convicted yet or... ൽ പാകിസ്ഥാനിലെ ചിച്ചാവാട്സ്നിയിൽ ജനനം. മെഡിക്കൽ വിദ്യാഭ്യാസം നേടി പാക് സൈന്യത്തിൽ ഡോക്ടറായി. ഡോക്ടർ, ബിസിനസ്മാൻ, ഇറച്ചി വ്യാപാരി, അങ്ങനെ പല മുഖങ്ങളുള്ള അടിമുടി ദുരൂഹതയുടെ പേരാണ് തഹാവൂർ ഹുസൈൻ റാണ. 90കളുടെ അവസാനമാണ് മനംമാറ്റത്തിൻ്റെ ദിശകളിലൂടെ റാണ യാത്ര തുടങ്ങിയത്. 1997 പാകിസ്ഥാനിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറ്റം. 2001 കനേഡിയൻ പൗരത്വം നേടി. US കാനഡ വിസകൾ തരപ്പെടുത്തുന്ന ഇമിഗ്രേഷൻ സർവീസസിലൂടെ തുടക്കം. പിന്നീട് ഇല്ലിനോയിലെ കിൻസ്മാനിൽ ഫാം തുടങ്ങി ഹലാൽ ഇറച്ചി വിൽപ്പന. ചിക്കാഗോയിൽ പലവ്യഞ്ജന വ്യാപാരം. അമേരിക്കൻ ജീവിതത്തിൽ സാത്വികനെന്ന് ചുറ്റുമുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിന്തകനും കവിയുമായ മുഹമ്മദ് ഇക്ബാലിൻ്റെ പേരിലുള്ള സൊസൈറ്റിയിൽ അംഗത്വം സ്വീകരിച്ചു. പ്രവർത്തനം സജീവമാക്കി. ഗാന്ധിയൻ ആദർശങ്ങളിൽ ആകൃഷ്ടനെന്ന് ഒപ്പമുള്ളവരെ വിശ്വസിപ്പിച്ചു റാണയുടെ കൂർമ്മബുദ്ധി. പുറമേ ഒരു മാതൃകാ കുടിയേറ്റക്കാരൻ്റെ പരിവേഷം, ഉള്ളിൽ അനാവരണം ചെയ്യപ്പെടാത്ത ലക്ഷണമൊത്ത തീവ്രവാദി.
മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ 2009 ഒക്ടോബർ 18 അമേരിക്കയിൽ റാണ പിടിയിലാകുന്നത്. റാണ ലക്ഷ്യമിട്ട പദ്ധതികളെക്കുറിച്ചറിഞ്ഞപ്പോൾ അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI പോലും ഞെട്ടി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിരുന്നു റാണ. മുംബൈക്ക് പുറമെ റാണയുടെ ഇന്ത്യ പ്രോജക്റ്റ് പട്ടികയിൽ ഉണ്ടായിരുന്നത് ശിവസേന ആസ്ഥാനം, ബോളിവുഡ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം, ഡൽഹിയിൽ നാഷണൽ ഡിഫൻസ് കോളേജ്, ഇവിടെയൊക്കെ പലതും കണക്ക് കൂട്ടിയിരുന്നു തഹാവൂർ റാണയും ഹെഡ്ലിയും അടങ്ങുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ. അൽ-ഖ്വയ്ദ നേതാവ് ഇല്യാസ് കശ്മീരി, ടെറർ കമാൻഡർ മേജർ ഇക്ബാൽ, ലഷ്കർ ഭീകരൻ സാജിദ് മിർ, ഇവരുമായുള്ള റാണയുടെ ഫോൺ സംഭാഷണം FBI ചോർത്തി. അതിലൂടെയാണ് പല സത്യങ്ങളും ലോകമറിഞ്ഞത്. വ്യാജരേഖകളിലൂടെ ലോകത്ത് ഏത് വിമാനത്താവളത്തിലൂടെയും സഞ്ചരിക്കുന്ന, സ്വന്തം സ്വത്വം വെളിപ്പെടുത്താതെ മറ്റൊരാളായി വൻ നഗരങ്ങളിൽ മാറി മാറി യാത്ര ചെയ്യുന്ന തന്ത്രശാലിയായ നുഴഞ്ഞുകയറ്റക്കാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചന കേസിലെ 1-ാം പ്രതി. അങ്ങനെ പല ഹെഡ്ലിമാരുടെയും മെൻഡറാണ് സൂത്രശാലിയായ തഹാവൂർ റാണ. ബോംബ് വെച്ച് തകർത്തും കൊന്നൊടുക്കിയുമുള്ള ഭീകരപ്രവർത്തനത്തെ റാണ കോഡുഭാഷയിൽ വിശേഷിപ്പിച്ചത് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നാണ്. നിക്ഷേപങ്ങൾ. ചോർത്തിയ ഫോൺ സംഭാഷണങ്ങളിലൊന്നിൽ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് തഹാവൂർ റാണ. മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾക്ക് പാകിസ്ഥാനിലെ പരമോന്നത ബഹുമതി നൽകണമെന്നായിരുന്നു സംഭാഷണത്തിൽ റാണയുടെ വാക്കുകൾ. 2005 പ്രവാചകന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച ഡാനിഷ് ദിനപത്രം ബോംബ് വെച്ച് തകർക്കാൻ റാണ ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ കോഡ് നെയിമാണ് മിക്കി മൗസ് പ്രോജക്റ്റ്. 2006 2008 നവംബറിനുമിടയിൽ ഹെഡ്ലി പാകിസ്ഥാനിലേക്ക് 8 തവണ യാത്ര ചെയ്തു. 7 തവണ ഇന്ത്യയിലേക്കും. മുംബൈ ഭീകരാക്രമണത്തിന് വളരെ മുമ്പേ ആസൂത്രണം തുടങ്ങിയിരുന്നുവെന്ന് വ്യക്തം. മുംബൈയിൽ ഇമിഗ്രേഷൻ ഓഫീസ് തുടങ്ങാനും മറ്റ് കാര്യങ്ങൾക്കും ഹെഡ്ലിയെ സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും സഹായിച്ചത് റാണയാണ്. 18 ദിവസത്തെ കസ്റ്റഡിയിൽ പല തീവ്രവാദ സത്യങ്ങളും ലോകമറിയുമോ എന്നാണ് ആകാംക്ഷ. ആ നവംബർ 26 കുറിച്ച് ഇനിയും ചുരുളഴിയേണ്ട നിരവധി ദുരൂഹതകളുണ്ട്. ഒന്ന്, പാക് ചാരസംഘടനയായ ISIയുടെ അറിവോടെയായിരുന്നോ മുംബൈ ഭീകരാക്രമണം? ഇനിയും പിടിക്കപ്പെടാതെ അണിയറയിൽ ആരെല്ലാം ഉണ്ട്? തഹാവൂർ റാണയ്ക്ക് ടെറർ എംപയർ കെട്ടിപ്പടുക്കാൻ സാമ്പത്തിക സഹായങ്ങൾ വന്ന വഴിയേത്? ഇന്ത്യയിൽ ഭീകരർക്ക് സഹായം നൽകിയത് ആരെല്ലാം? കോപ്പൻഹേഗൻ മുതൽ കൊച്ചി വരെ തഹാവൂർ റാണയുടെ കണക്കുകൂട്ടലുകൾ എന്തൊക്കെയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം റാണ ദേശീയ അന്വേഷണ ഏജൻസിയോട് മറുപടി പറയുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോകില്ല. കയ്യിൽ ആയുധവുമായി എത്തിയവരെ മാത്രമല്ല, കയ്യിൽ ആയുധം വെച്ചു കൊടുത്ത തലച്ചോറുകളുടെ പിറകെ പായണം, പകരം ചോദിക്കണം. അധിനിവേശവും കുടിയേറ്റവും പലായനവും ഇല്ലാത്ത ലോക ചരിത്രത്തെ അടയാളപ്പെടുത്താനാകില്ല. സ്വരുക്കൂട്ടിയതെല്ലാം തോളിലേറ്റി നാടുകടത്തപ്പെടുന്നവർ ഏതൊരു ഭൂമികയിലും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. അത്തരത്തിൽ നിസ്സഹായതയുടെ നേർക്കാഴ്ചയുണ്ട് ഇപ്പോൾ പാക് അഫ്ഗാൻ അതിർത്തികളിൽ. കുട്ടികളും വൃദ്ധരും ഒക്കെ അടങ്ങുന്ന ചെറു സംഘങ്ങൾ തോർഖാം, സ്പിൻ ബോൾഡാക് അതിർത്തികളിലൂടെ നീങ്ങുകയാണ്. 2023 മുതൽ കാണുന്നതാണ് ഈ കുടിയിറക്ക്. സ്വമേധയാ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം നൽകിയിട്ട് 2 വർഷമാകുന്നു. സ്വമേധയാ ഒഴിഞ്ഞു പോകാൻ 2025 ഏപ്രിൽ 1 വരെയാണ് സമയം അനുവദിച്ചിരുന്നത്. ഈദിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഏപ്രിൽ 10 വരെ നീട്ടി നൽകി. ഈ വർഷം 30 ലക്ഷം അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം. അനുവദിച്ച സമയം കഴിയും മുൻപ് എങ്ങോട്ടെന്നില്ലാതെ യാത്ര തിരിച്ചവരാണ് പലരും. അഫ്ഗാൻ അഭയാർത്ഥികളെങ്കിലും പലരും പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരാണ്. കലുഷിതമായ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിലും ജീവൻ കയ്യിൽ പിടിച്ച് ഇവിടം വരെ ഓടിയെത്തിയവർ. 2023 താലിബാൻ അധിനിവേശത്തിന് ശേഷം അവിടെ നിന്നെത്തിയവരുമുണ്ട്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന പാകിസ്ഥാനിൽ അഫ്ഗാനികൾക്കെതിരായ പീഡനങ്ങളും
കൊള്ളയടിക്കലുകളും തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതിന് പിന്നാലെയാണ് ദാക്ഷിണ്യമില്ലാത്ത കൂട്ടപ്പുറത്താക്കലും. താലിബാനും ഐക്യരാഷ്ട്ര സംഘടനയും മറ്റു മനുഷ്യാവകാശ സംഘടനകളും എതിർപ്പറിയിച്ചിട്ടും തീരുമാനവുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോവുകയാണ്. കുടിയിറക്ക് ഭീഷണി വന്നതിനു ശേഷം ഇതുവരെ 85,000 അഫ്ഗാൻ പൗരന്മാർ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക്. ശേഷിക്കുന്നവരിൽ 13,44,584 പേർക്ക് രജിസ്ട്രേഷൻ കാർഡുകളുണ്ട്. 8,07,402 പേർക്ക് അഫ്ഗാൻ പൗരത്വ കാർഡുകളുമുണ്ട്. ഒരു രേഖ പോലുമില്ലാത്ത 10 ലക്ഷം അഫ്ഗാനികളുമുണ്ട്. രജിസ്ട്രേഷൻ രേഖകളുള്ളവർക്ക് ജൂൺ 30 വരെ പാകിസ്ഥാനിൽ തുടരാം. അഭയാർത്ഥികൾക്കുള്ള സഹായ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ 20,000 അഫ്ഗാനികൾ ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലാണ്. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ റെഫ്യൂജി ഏജൻസിയോ താലിബാൻ സർക്കാരിനെയോ ഉൾപ്പെടുത്താതെ പാകിസ്ഥാൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നെന്നും ആക്ഷേപമുണ്ട്. താലിബാൻ പീഡനങ്ങൾ സഹിക്കാനാവാതെ രക്ഷപ്പെട്ടവരെ അതേ രാജ്യത്തേക്ക് പോകാൻ നിർബന്ധിക്കുന്നതിനെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും അപലപിച്ചു. പിറന്ന നാടും വളർന്ന മണ്ണും ഉപേക്ഷിച്ചുള്ള നാടോടി ജീവിതം. ലക്ഷ്യമില്ലാത്ത ഈ യാത്രയിൽ അവർക്ക് അഭയമൊരുങ്ങട്ടെ എന്നാശിക്കാം, പ്രാർത്ഥിക്കാം. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ ആഘോഷങ്ങളും അന്തഃപുര രഹസ്യങ്ങളും എന്നും ലോകത്തിന് കൗതുകമാണ്. രാജകുടുംബത്തിലെ വിവാഹവും ദാമ്പത്യവും വിവാഹമോചനവും അണിയറ കഥകളും മരണവുമെല്ലാം. വർഷങ്ങളോളം മാധ്യമങ്ങളുടെ ഗോസിപ്പ് കോളങ്ങൾ നിറച്ച 2 പേരുകളാണ് ചാൾസും കാമിലയും. സംഭവബഹുലമായ പ്രണയത്തിനും വിവാഹത്തിനും ഇക്കൊല്ലം 2 പതിറ്റാണ്ട് തികയുകയാണ്. 20ാം വിവാഹ വാർഷിക ആഘോഷങ്ങളിലാണ് ചാൾസ് മൂന്നാമനും പത്നി കാമിലയും. റോമിലെത്തിയ ഇരുവർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ വിവാഹ വാർഷിക ആശംസകൾ നേർന്നു. ഏപ്രിൽ 9, 2005 ചിരിക്കുന്ന കണ്ണുകളുള്ള കാമില ചാൾസിന്റെ കൈപിടിച്ച് വിൻസർ ഗിൽഡ് ഹാളിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി വന്ന ദിനം. ഇരുവരുടെയും സൗഹൃദത്തിനും പ്രണയത്തിനും 50 വർഷത്തെ കഥ പറയാനുണ്ട്. വിൻസർ ഗ്രേറ്റ് പാർക്കിൽ ഒരു പോളോ മാച്ചിനിടെ ഇരുവരും ആദ്യം കണ്ടുമുട്ടുന്നത് 1970. ആ സൗഹൃദം വളർന്നു. ആ സമയത്താണ് റോയൽ നേവിയുടെ യുവ ഓഫീസറായ ചാൾസിന് 8 മാസത്തെ നാവിക ദൗത്യവുമായി കടൽ യാത്ര. മടങ്ങിയെത്തിയപ്പോൾ കാമിലയുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരുന്നു. വരൻ ആർമി ഓഫീസർ ആൻഡ്രൂ പാർക്കർ ബൗൾസ്. ചാൾസിന്റെ ജീവിതത്തിലേക്ക് ഡയാനയും. പക്ഷേ ചാൾസിന്റെ മനസ്സിലെ റോയൽ റൊമാൻസിൽ അപ്പോഴും കാമിലയുണ്ടായിരുന്നു. ലോകം അമ്പരന്ന അത്യാഡംബര വിവാഹത്തിനു പക്ഷേ മുന്നോട്ടുള്ള വഴികൾ അസ്വാരസ്യങ്ങളിലൂടെയായിരുന്നു. ചാൾസിന്റെ ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ഡയാന രാജകുമാരിയുമായുള്ള പൊരുത്തക്കേടിന്റെയും കാമില പാർക്കർ ബൗൾസുമായിട്ടുള്ള വിവാഹേതര ബന്ധവും വാർത്തകളിൽ നിറഞ്ഞു. 1992 ചാൾസും ഡയാനയും വേർപിരിഞ്ഞു. 95 കാമിലയും ആൻഡ്രൂവും വിവാഹമോചിതരുമായി. പാരീസിലെ കാർ അപകടവും ഡയാന രാജകുമാരിയുടെ മരണവുമെല്ലാം ചരിത്രം. കൈപ്പേറിയ ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്ക് വിട. ചാൾസ് കാമില വിവാഹ ജീവിത അധ്യായത്തിന് ഇപ്പോൾ 20ന്റെ മധുരമാണ്. ഈ വർഷത്തെ ആദ്യ വിദേശ സന്ദർശനത്തിലാണ് ചാൾസും കാമിലയും. ഇറ്റലിയിലെത്തിയ ചാൾസിനെയും കാമിലയെയും പ്രസിഡന്റും പ്രധാനമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. ഇത്തവണ വിവാഹ വാർഷികത്തിൽ റൊമാന്റിക് ഡിന്നറില്ല. റോമിലെ ക്യൂർനെയിൽ കൊട്ടാരത്തിലായിരുന്നു വിവാഹ വാർഷിക ദിനത്തിൽ ഇരുവർക്കും അത്താഴവിരുന്ന്. ഇറ്റാലിയൻ പ്രസിഡന്റിനൊപ്പം നാടക വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഷേക്സ്പിയറിന്റെ ഒഥല്ലോ കണ്ടു. പിന്നീട് ഇറ്റാലിയൻ പാർലമെന്റിൽ ചരിത്രപരമായ പ്രസംഗം. Il momento è ancora più speciale per entrambi. ചാൾസിനും കാമിലയ്ക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ആശംസകൾ നേർന്നു. 20 മിനിറ്റോളം സ്വകാര്യ കൂടിക്കാഴ്ച. പരസ്പരം സമ്മാനങ്ങൾ കൈമാറി. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലവൻ കൂടിയാണ് ചാൾസ് രാജാവ്. 2017 2019
ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ ചാൾസ് എത്തിയിരുന്നു. വയസ്സിലാണ് കിങ് ചാൾസ് മൂന്നാമൻ രാജപദവി ഏറ്റെടുത്തത്. അധികാരത്തിലെത്താൻ ഏറ്റവും കൂടുതൽ കാലം കാത്തിരുന്ന കിരീടാവകാശി. കാത്തിരുന്ന് കിട്ടുന്നത് എന്തിനും മധുരം കൂടുമെന്നാണല്ലോ. ക്യാമിലയ്ക്കും അങ്ങനെയാകട്ടെ. സ്വപ്നസഞ്ചാരികളുടെ പറുദീസയാണ് ആൽപ്സ്. കണ്ണെത്താ ദൂരത്തോളം വിശാലമായ മഞ്ഞുപാളികൾ പൊതിഞ്ഞ മലനിരകൾ. സാഹസിക യാത്രക്കിടെ മഞ്ഞുമലയിൽ കുടുങ്ങി അപകടത്തിൽ പെടുന്നവർ നിരവധിയാണ്. അങ്ങനെ ആൽപ്സിൽ കുടുങ്ങുന്നവർക്ക് ഒരു രക്ഷകനുണ്ട്, സെൻ. സെന്നിന് 5 വയസ്സാണ് പ്രായം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ ഗമയുണ്ട്. ഈ കൂളിംഗ് ഗ്ലാസ് പക്ഷേ ജാടയ്ക്കല്ല, മഞ്ഞ് വീഴാതിരിക്കാനും സൂര്യപ്രകാശം തട്ടാതിരിക്കാനുമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2300 അടി ഉയരത്തിൽ ആൽപ്സിൽ ഇവനാണ് താരം. മഞ്ഞിൽ പുതഞ്ഞ് കാൽ തെറ്റി ചെരുവിലേക്ക് പതിച്ചാൽ, മഞ്ഞിൽ പുതഞ്ഞ് മൂടിപ്പോയാൽ അപകടത്തിലായവരെ മണം പിടിച്ച് കണ്ടെത്തും സെൻ. അവരെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റും. മൗണ്ടെയിൻ റെസ്ക്യൂ നായ്ക്കളിലെ വെറ്ററനാണ് ഇവൻ. പൗലോബിസയാണ് സെന്നിന്റെ പരിപാലകൻ. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇപ്പോൾ അതിശൈത്യം പതിവാണ്, ഹിമപാതവും. ഈ അവസരങ്ങളിലെല്ലാം ഇവരാണ് ആശ്രയം. ചോപ്പറിൽ പറന്നിറങ്ങി കഴിഞ്ഞ വാരം സെൻ രക്ഷിച്ചത് 3 സ്കൈയേഴ്സിനെയാണ്. 2023 മാത്രം ഇവൻ പങ്കെടുത്തത് 168 ദൗത്യങ്ങളിൽ. ഇപ്പോൾ മറ്റ് 20 നായ്ക്കൾക്ക് പരിശീലനം നൽകാനുള്ള ചുമതലയും സെന്നിനാണ്. ഏതാനും വർഷങ്ങളായി നടത്തിയ പഠനങ്ങളിൽ മലനിരയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഞ്ഞിന്റെ തോത് കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കനത്ത തോതിലുള്ള മഞ്ഞുരുകൾ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കുന്നു. തണുപ്പ് കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് കഴിയുന്ന ആൽപ്സിലെ തനത് സസ്യങ്ങളും ഭീഷണിയിലാണ്. സാഹസിക വിനോദങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ആൽപ്സ്. ദുർഘടമായ ആൽപ്സ് പർവ്വത നിരകളിലൂടെ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് സെൻ ഒരു ആത്മവിശ്വാസമാണ്. കാണാത്ത നാടുകളും കേൾക്കാത്ത വിശേഷങ്ങളും ഒരു മുത്തശ്ശി കഥ പോലെ രസകരമാണ്. ആ വിശേഷങ്ങളിലൂടെയുള്ള യാത്രയാണ് ലോകം വിശാലമാക്കുന്നത്. യുദ്ധവും ചുങ്കവുമില്ലാത്ത സ്നേഹം മാത്രം നിറയുന്ന സുന്ദര ലോകം സ്വപ്നം കണ്ട് ഒരിടവേളയിലേക്ക്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.